എന്തായിരുന്നു നേരിട്ട് കണ്ടെന്ന് പറയുന്നത്? അതൊരു ബോൾ പോലെ ഒരു ഓർബ് എന്നാണ് ശരിക്കും പറയാ ടെക്നിക്കലി. അപ്പൊ ഞങ്ങള് ടെറസിന്റെ മുകളിൽ ഒരു 3 മണിക്ക് ഞാനും വൈഫും മദറും ഉണ്ടായിരുന്നു. അപ്പൊ സൗത്ത് ഡയറക്ഷനിൽ നിന്ന് ഒരു റെഡ് ഓർബ് ഇങ്ങനെ പതുക്കെ ഞങ്ങളുടെ അടുത്തോട്ട് വരികയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം അതിനെ നിഷേധിച്ചു. അപ്പൊ ആദ്യം ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു അതൊരു മൊബൈൽ ടവറാന്ന് പറഞ്ഞു. പിന്നെ അടുത്തോട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ പ്ലെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഏറ്റവും അടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനത് എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന ഡ്രോണെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അടുത്തെത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു 2 ട്രയാങ്കിൾസ്, നമ്മുടെ മെർഖബ എന്ന് പറയും ബൈബിളിക്കില്, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുസത്തില് ശ്രീചക്ര എന്ന് പറയും. ഇതിന്റെ അകത്ത് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓർബിന്റെ ഉള്ളിൽ. അതെ, എപ്പോ കണ്ടു? സമയം 3 മണി, വെളുപ്പാങ്കാലത്ത് 3 മണി. അപ്പൊ ടെറസിൽ പോയിന്നോ? 2:30 ഞങ്ങൾ മെഡിറ്റേഷന് വേണ്ടി പോയതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് വലിയൊരു സ്റ്റോറിയാണ്, ഞാൻ ചുരുക്കി പറയാണ്. അപ്പൊ ഈ റെഡ് ഓർബിൽ നിന്നും ഞാൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ റെഡിൽ നിന്നും ഒരു ഓറഞ്ച്, അതിൽ നിന്ന് തന്നെ വേറെ ആയിട്ട് ഒരു 100 അടിയോളം അപ്പുറത്ത് ഞങ്ങളുടെ ഒരു ഫാക്ടറി സ്പേസ് ആണ്. അതിന്റെ റൈറ്റ് സൈഡിൽ നോർത്ത് സൈഡിലോട്ട് പോയി നിന്നു. അത് നിങ്ങൾ മാത്രമേ കണ്ടുള്ളൂ? ഞാൻ കണ്ടു. ആള് കണ്ട കാര്യം പറഞ്ഞു. എന്താ കണ്ടത് കൃത്യമായിട്ട് ആലോചിച്ച് പറഞ്ഞ? ഞങ്ങളൊരു 3-4 ആ ഒരു ടൈമിൽ ടെറസിലായിരുന്നു. ഞങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരുന്ന സമയമായിരുന്നു. അപ്പൊ ഞാനായിരുന്നു സൗത്ത് ഫേസ് ചെയ്തിരുന്നേ. ഞങ്ങളിങ്ങനെ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ ഡിസ്കഷൻസ് ഒക്കെ. അപ്പൊ ഞാൻ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു അത് വല്ല UFO ആണോ? അപ്പൊ ചേട്ടൻ അല്ല, അത് വല്ല ലൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ അടുത്തോട്ട് വരുക. അടുത്ത് വന്നപ്പോഴത്തേനും അത് സൂപ്പർ ബിഗ് ആയി. ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടൻ കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് മെയിനായിട്ട് ഫീൽ ചെയ്ത് വെച്ചാൽ എനിക്ക് ആ ഹാർട്ട് ചക്ര ആക്ടിവേഷൻ നടന്നു ആ സമയത്ത്. ബിക്കോസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഇമെൻസ് ജോയ്. കുറേ നേരത്തേക്ക് വി വർ നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ. ഞങ്ങൾ എന്താണ് കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് വി കണ്ടു. 3 പേരും ഒന്നിച്ച് അപ്പൊ ഇത് ഒരു തവണ കണ്ടുള്ളൂ? ഇല്ല, ഇത് ഞാൻ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ല, എനിക്ക് കോൺഫിഡന്റ് ആയിരുന്നു ദാറ്റ് എനിക്ക് ഈ സമയത്ത് കാണണമെന്ന് പറഞ്ഞാൽ അത് കാണും എന്നുള്ളത്. സെക്കൻഡ് ഒരു എക്സ്പീരിയൻസ്. പിന്നെ ആരെങ്കിലും വിളിച്ചു വരുത്തി പുറത്തുള്ള ആൾക്കാരെ കാണിച്ചിട്ടുണ്ടോ? അങ്ങനെ റെക്കോർഡ്സ് ഉണ്ട് അങ്ങനെ വിളിച്ചു വരുന്നത്. ആ പ്രോസസ്സിന്റെ ഒരു പേര് തന്നെയുണ്ട്. ക്ലോസ് എൻകൗണ്ടർ ഓഫ് ദ 5th കൈൻഡ് എന്നാണ് അതിന് പറയാ, CE5. നമുക്ക് ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് ലൈക്ക് മൈൻഡഡ് ആയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അതിനൊരു റൂള് തന്നെയുണ്ട്. ഓപ്പൺ സ്കൈ, ഗ്രൗണ്ട്, വാട്ടർ, ഇത്രയും സ്ഥലത്ത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളിത് അറിഞ്ഞിട്ടല്ല ചെയ്തത്, ഞങ്ങൾ വിളിച്ചതും അല്ല. പക്ഷെ അങ്ങനെ വിളിച്ചിട്ട് വരുത്തുന്ന ഒരുപാട് വീഡിയോസ്, എസ്പെഷ്യലി ഒരു ഡോക്ടർ സ്റ്റീഫൻ ഗ്രീയർ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് US-ൽ, പുള്ളിക്ക് 70-80 വയസ്സുണ്ട്. പുള്ളി പാർലമെന്റിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് മണിക്കൂറുകൾ പ്രോഗ്രാം അവതരിപ്പിച്ച ആളാണ്. ഞാൻ അയാളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആളാണ്. രണ്ടാമത് ലിൻഡ മോൾഡൻ എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ട്. 80s മുതൽ ഇതിനകത്ത് റിസർച്ചിലുള്ള. ഞാനും അവരുമായിട്ടും കണക്ട് ചെയ്തിരിക്കുകയാണ്. US-ൽ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട റിസർച്ചിലാണ് അവരിതിനെക്കുറിച്ച് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് അത്ഭുതങ്ങളും ഇല്ല, നിഷേധിക്കുന്നുമില്ല. അവർ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവം അങ്ങനെ ഒരു ശാസ്ത്ര പ്രചാരകൻ കൂടിയാണല്ലോ. വിശ്വസിക്കുന്നുണ്ടോ നിരീക്ഷകൻ? ജീവൻ എന്ന് പറയുന്നത് ഒരു വളരെ വിസ്മയകരമായ ഒരു പ്രതിഭാസമാണ്. നമ്മൾ ഈ UFO ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 40 വർഷം. അത് ഈ ഹോളിവുഡ് സിനിമകളും പിന്നെ അതുപോലുള്ള ലിറ്റിൽ ഗ്രീൻ മെൻ ഫ്രം മാർസ് അങ്ങനെയൊക്കെയുള്ള ഈ പുസ്തകങ്ങളൊക്കെ വന്നതിന് ശേഷം, കഥകൾ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെ ആളുകൾക്ക് ഒരു ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ശരിക്കും വിദേശ രാജ്യങ്ങളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ആഫ്രിക്കയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിമോട്ടായിട്ടുള്ള ഇപ്പോൾ താർമോരി ഭൂമിയിലോ ഇതൊന്നും കാണുന്നില്ല. അവിടുത്തെ ഈ വില്ലേജ് ആളുകളൊന്നും കാണുന്നില്ല. വിദ്യാഭ്യാസമുള്ളവരുണ്ട്, അവരൊന്നും അത് കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ ഹോളിവുഡ് മൂവീസിലെ ഏതാണ്ട് ക്ലോണുകളാണ് ഈ കണ്ടതിൽ കൂടുതലും, UFOസും മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ ഈ പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ നാസ കണ്ടു, അതുപോലെ സ്പേസ് ഷിപ്പിൽ പോയപ്പോ കണ്ടു. ഏരിയ 51 ഏലിയൻസിന് പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞു. അതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം നമ്മളൊരു യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്ലാനറ്റേ അല്ല. കാരണം ഈ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഏകദേശം 40,000 കോടി നക്ഷത്രങ്ങളുണ്ട്. ഈ യൂണിവേഴ്സിൽ തന്നെ ഏകദേശം ട്രില്യൺ കണക്കിന് ഗാലക്സികളുണ്ട്. 2 ട്രില്യൺ ഗാലക്സികളുണ്ട്. നമുക്കറിയാവുന്ന, നമുക്കൊരു ഊഹം വെച്ച് പറയാവുന്ന 2 ട്രില്യൺ ഗാലക്സികളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നക്ഷത്രയൂഥങ്ങളും അവിടെയെല്ലാം ഗ്രഹങ്ങളും ഉണ്ട്, ജീവികളും ഉണ്ട്. അപ്പോൾ ടെക്നോളജിക്കലി നമ്മളെപ്പോലെ ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഉണ്ടാകാം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.